ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നിങ്ങളെ എന്താ പരിചയപ്പെടുത്താൻ വന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നാടൻ ഇടിയൻ ചക്ക തോരനാണ്. അപ്പോൾ ചക്കയുടെയൊക്കെ സീസണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും അതിൻ്റെ പ്രിപ്പറേഷനും നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിയൻ ചക്കയുടെ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെളിഞ്ഞീനൊക്കെ ചകിരി കൊണ്ട് തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ്. ഇത് നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. പക്ഷേ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കും തോറും വേവാനുള്ള സമയം കൂടും. അപ്പോൾ ഞാനിവിടെ ചട്ടിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കറിലൊക്കെ വേവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. കാരണം ഒരു വിസിലോ 2 വിസിലോ അടിക്കുമ്പോൾ കുക്കറിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കത് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എന്തായാലും ചെറുതായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊരു മൺചട്ടിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കരുത്. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള വെള്ളം പിന്നെ ഒഴിച്ച് കളയേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ വൈറ്റമിൻസൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതിനാവശ്യമായ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുക്കറിലൊക്കെ വേവിക്കുന്നവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഒരു 1-2 വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടച്ചു മൂടി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അടുത്ത് നമുക്ക് ഇനി ചതയ്ക്കാനുള്ള സാധനങ്ങൾ നോക്കാം. 1 കപ്പ് തേങ്ങ, ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, ഒരു 3-4 ചെറിയ അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കടുക്, ഉഴുന്ന്, 2 മുഴുവൻ വറ്റൽമുളകും 1 ടീസ്പൂൺ ക്രഷ്ഡ് വറ്റൽമുളകും. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ ഒക്കെ പരുവത്തിന് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. അടുത്തത് പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. വെളുത്തുള്ളി ഒരു 4 ചെറുതാണ്. അടുത്ത് ചെറിയുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതും നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അടുത്തത് കറിവേപ്പില. ഞാൻ എപ്പോഴും തേങ്ങ അരയ്ക്കുമ്പോൾ കറിവേപ്പില മസ്റ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിയൻ ചക്ക വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്കൊരു കട്ടിംഗ് ബോർഡിലേക്ക് ഇതൊന്ന് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയൊരു അമ്മിപ്പിള്ള വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇത് ഇടിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും ഇടിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ളായിട്ട് നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ചീൻചട്ടി വെച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം, നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഉഴുന്നൊക്കെ ചേർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉഴുന്നൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും, പൊട്ടേയില്ല. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തത് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ തേങ്ങയുടെ പച്ചച്ചുകയൊക്കെ ഒന്ന് മാറി നല്ലൊരു വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് നല്ലൊരു മുരിഞ്ഞ് നല്ലൊരു ടേസ്റ്റ് ആവും. ഇനി ഇതിലേക്ക് നമുക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന ഇടിയൻ ചക്ക ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ തന്നെയാണ് ഇടിച്ചക്ക തോരൻ. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം.
നന്നായിട്ട് മിക്സാക്കിയ തേങ്ങയൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡാകണം. ഇനി നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് അതിൻ്റെ എല്ലാ ഫ്ലേവറും ഇടിയൻ ചക്കയിലേക്കൊന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ നാടൻ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇനി കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.